നബി ജനിച്ചു വീണത് ഇവിടെയാണ്. ഇവിടെ റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, റമളാൻ, ഷാബാൻ ഒക്കെ ഒരേമാതിരിയാണ്. ഒരു ലൈറ്റ് കത്തുണ്ട് അവിടെ. നമ്മളെ നാട്ടിലോ പള്ളികൾ മുഴുവനും ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചു. എന്ത് മനസ്സിലായി നമുക്ക്? എന്ത് മനസ്സിലായി? ജനിച്ചോടത്താണ് എന്തെങ്കിലും ഒന്നും ഉണ്ടാവുകയാണെങ്കിൽ ആഘോഷം ഉണ്ടാണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാണ്ട്. ആ ആഘോഷം എന്തില്ല ഇവിടെ ഇല്ലാന്ന് മാത്രമല്ല, ബാരിക്കാട് വെച്ചാൽ അങ്ങോട്ട് അടുക്കാത്ത രൂപത്തിലാക്കി വെച്ചേക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം റഹ്മത്തുള്ളാഹി കാസിമി മുത്താട അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു, മക്കയിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട് വഹാബികൾ അത് പൊളിച്ചു കളഞ്ഞു, മാത്രമല്ല അവിടെ കാലിച്ചന്തയാക്കിയെന്ന്. ഈ കാര്യം കളവാണെന്നും പച്ചക്കള്ളമാണെന്നും, എന്നാൽ ആ നബിതങ്ങൾ ജനിച്ച വീട് നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ലൈബ്രറിയാണുള്ളത്. അതുകൊണ്ട് കാസിമി ഈ പറഞ്ഞ കാര്യം കളവാണ് എന്ന രൂപത്തിൽ ചില വീഡിയോകൾ വഹാബികൾ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ വീട് വഹാബികൾ കാലിച്ചന്തയാക്കിയോ? കാലിച്ചന്തയാക്കിയെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള ആ ലൈബ്രറി എല്ലാവർക്കും കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സ്ഥലത്ത് ഇന്ന് കാണുന്ന ഒരു ലൈബ്രറിയാണ്. ആ ലൈബ്രറി എങ്ങനെ വന്നു? ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് റഹ്മത്തുള്ളാഹി കാസിമി പറഞ്ഞ ആ ഭാഗം ഒന്ന് നമുക്ക് കാണാം. നബിന്റെ വീട് പൊളിച്ച് കാലിച്ചന്തയാക്കി. എന്ത് ഈമാനടാ നിങ്ങൾക്ക്? എന്താണ് നിങ്ങളെ കൽബിലുള്ളത്? നിങ്ങളെ കൽബിൽ ഹബീബ് ഇല്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ ഈ ക്ലിപ്പിനോട് കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന, മെർജ് ചെയ്തിരിക്കുന്ന മറ്റൊരു ക്ലിപ്പുണ്ട്. അത് മക്കയിൽ ഇപ്പോൾ ഉള്ള ലൈബ്രറി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീടിന്റെ ആ സ്ഥാനത്തുള്ള ലൈബ്രറി ഒരു ഉസ്താദ് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. ആ ക്ലിപ്പ് കൂടി നമുക്ക് കാണാം. ജന്മഗ്രഹമാണ്. ഇവിടെ അബ്ബാസി ഭരണകാലത്ത് ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു അല്ലേ, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരു പള്ളി നിർമ്മിച്ചിരുന്നു. റസൂലുള്ളാഹിനെ പ്രസവിച്ച വീട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു സ്മാരകമായിട്ട് അബ്ബാസി ഭരണകാലത്ത് ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരി ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചിരുന്നു. ആ പള്ളി പിന്നീട് പൊളിച്ചു. പള്ളി പൊളിച്ചതിന് ശേഷം ഹിജ്റ 1370 ഷെയ്ഖ് അബ്ബാസ് ഖത്താൻ എന്ന് പറഞ്ഞ ആള് ഒരു ലൈബ്രറി ഇവിടെ സ്ഥാപിച്ചു. ലൈബ്രറിയിലുള്ള എന്താണ്, ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളും ഒരുപാട് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ, അതുപോലെ ഒരുപാട് ഗ്രന്ഥശേഖരണമാണ് ഈ റസൂലുള്ളാഹിനെ പ്രസവിച്ച വീട് നിൽക്കുന്ന ഈ ജന്മഗ്രഹത്ത് പ്രത്യേകമായി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ കണ്ടല്ലോ. അപ്പൊ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമാണല്ലോ ഈ രണ്ടാമത് കാണിച്ച ക്ലിപ്പ്. കാരണം അവിടെ കാലിച്ചന്തയാക്കിയെങ്കിൽ അവിടെ കാലിച്ചന്തയല്ലേ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ അവിടെ ലൈബ്രറി എങ്ങനെ വന്നു? ഈ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി അതേ പ്രഭാഷണത്തിൽ തന്നെ റഹ്മത്തുള്ളാഹി കാസിമി കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ വഹാബികള് അതിന്റെ വാലും തലയും മാത്രം കട്ടുമുറിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ലിപ്പുകൾ നിർമ്മിക്കുകയാണ്. പ്രതിരോധിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ പാടുപെടുന്ന ഈ സാധുക്കൾ ചെയ്യുന്ന പണിയാണ്. അതായത് ആ പ്രഭാഷണം മുഴുവനായിട്ടൊന്ന് കേട്ടാൽ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടും. ഇനി നമുക്ക് നോക്കാം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഈ വീട് മഹാന്മാരായ സ്വഹാബത്ത്, അതിനുശേഷം താബിയുകളൊക്കെ ബറക്കത്തെടുത്ത് പോന്നിരുന്നു. പിന്നീട് ഉസ്മാനിയ ഖിലാഫത്ത് കാലത്ത് അതൊരു പള്ളിയായി നിർമ്മിക്കപ്പെട്ടു. അതിലും മഹാന്മാരായ പണ്ഡിതന്മാരും ലോകത്തുള്ള എല്ലാ ആളുകളും, മക്കയിൽ ചെല്ലുന്നവരൊക്കെ അവിടെ ചെന്ന് ബറക്കത്തെടുക്കുകയും ആ പള്ളിയിൽ നിസ്കരിക്കുകയും അവിടെ നിന്ന് ദുആ ചെയ്യുകയും, പ്രത്യേകമായിട്ട് ഗ്രന്ഥങ്ങളിൽ കാണാം, റബീഉൽ അവ്വൽ 12 ആയി കഴിഞ്ഞാൽ ആ വീടുകൾ മഹാന്മാരായിരിക്കുന്ന ഉലമാക്കൾ സന്ദർശിച്ചിരുന്നു, മക്കക്കാർ അവിടേക്ക് പോയിരുന്നു, അവിടെ സന്ദർശിച്ചിരുന്നു എന്നെല്ലാം കാണാം. ഇങ്ങനെ ബർക്കത്തെടുത്തുകൊണ്ട് മുസ്ലിം ലോകം 1000 ചില്ലാനം വർഷം നിരാക്ഷേപം നിലനിർത്തിയിരുന്ന ഈ പള്ളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ ആ വീടിന്റെ സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ട ആ പള്ളി, ഈ പള്ളി പൊളിച്ചിട്ട് ആ പള്ളിയുടെ സ്ഥാനത്ത് കാലിച്ചന്തയാക്കി മാറ്റിയത് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന വഹാബി രാജാവാണ്. ഈ കാര്യം രേഖപ്പെടുത്തിയത് കേരളത്തിലെ ഏതെങ്കിലും സമസ്ത പണ്ഡിതന്മാരല്ല. ഈ കാര്യം ആദ്യമായി പറഞ്ഞത് റഹ്മത്തുള്ളാഹി കാസിമി അല്ല, മറിച്ച് കുവൈത്തിന്റെ മന്ത്രി, ഈ അടുത്ത കാലത്ത് ജീവിച്ച 2018 മരണപ്പെട്ടു പോയ കുവൈത്തിന്റെ മന്ത്രി യൂസുഫ് ബിൻ ഹാഷിം റിഫായി ആണ്. യൂസുഫ് ബിൻ ഹാഷിം റിഫായി കണ്ടോ നിങ്ങൾ? ഇദ്ദേഹമാണ് ഇത് രേഖപ്പെടുത്തിയത്. ഇദ്ദേഹം സമസ്തയുടെ പണ്ഡിതനല്ല, ഇദ്ദേഹം കേരളത്തിലെ സമസ്തയുടെ വക്താവല്ല, മറിച്ച് അദ്ദേഹം കുവൈത്തിന്റെ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണിത്.
നസീഹ ലി അഖ്വാനിന ഉലമാഇ നജ്ദ്, വഹാബികൾക്ക് നല്ലൊരു സാരോപദേശം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിന്റെ 12ാമത്തെ പേജിൽ അദ്ദേഹം കൃത്യമായിട്ട് ഈ കാര്യം രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, അതൊക്കെ മുഴുവനായിട്ട് വായിച്ചാൽ നിങ്ങളൊക്കെ അന്തം വിടും. കാരണം അത്രയും കാര്യങ്ങൾ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തുന്നു, വഹാബികൾ ചെയ്ത ക്രൂരതകൾ. പിന്നീട് ഈ കാലിച്ചന്തയായിരുന്ന സ്ഥലത്തിന് പിന്നീട് എന്താ സംഭവിച്ചത്? മക്കയിലെ മേയറായിരുന്ന ഒരാൾ ഇത് കണ്ട് സഹിക്കവയ്യാതെ അയാളത് വാങ്ങി അവിടെ ഒരു ലൈബ്രറി നിർമ്മിച്ചു. മക്തബ നിർമ്മിച്ചു. അതാണ് ഇന്ന് കാണുന്ന മക്തബ, അതാണ് ഇന്ന് കാണുന്ന ലൈബ്രറി എന്ന് പറയുന്നത്. ഇത് മക്കയിൽ ഒരു മേയറാണ് ചെയ്തത്. ഈ കാര്യം അതേ പ്രസംഗത്തിൽ തന്നെ ഖാസിം പറയുന്നുണ്ട്. ആ കാര്യം നിങ്ങളൊന്ന് കേൾക്കും. ആരാ പൊളിച്ചത്? അബ്ദുൽ അസീസ് പൊളിച്ച്. എന്നിട്ട് അബ്ദുൽ അസീസ് കാലിച്ചന്തയാക്കി. 1950 മക്കായിലെ ഒരു ധനാഢ്യനായ മേയർ ഈ സ്ഥലം എനിക്ക് തരുമോ എന്ന് അബ്ദുൽ അസീസിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അയാൾ അബ്ദുൽ അസീസിന്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം വില കൊടുത്തു വന്നു. അവസാനം മക്കയിലെ മേയറായിരുന്ന ഒരാൾ എന്ത് ചെയ്ത്? അയാള് അബ്ദുൽ അസീസിന്റെ കയ്യിൽ നിന്ന് അത് വിലക്ക് വാങ്ങി. ഷെയ്ഖ് അബ്ബാസ് യൂസുഫ് അൽ ഖത്താനി എന്ന ആൾ അബ്ദുൽ അസീസിന്റെ കയ്യിൽ നിന്ന് അത് വിലക്ക് വാങ്ങി. എന്നിട്ട് അവിടെ ഒരു കെട്ടിടമുണ്ടാക്കി, ഒരു മക്തബ എന്ന പേരിൽ. തൽക്കാല കാലിച്ചന്തയോട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാലും അത് അബ്ദുൽ അസീസ് ചെയ്തില്ല. അബ്ദുൽ അസീസിന്റെ കയ്യിൽ നിന്ന് ഇത് കണ്ട് സഹികെട്ട് മക്കയിലെ ധനാഢ്യനായ മേയർ അബ്ബാസ് യൂസുഫ് അൽ ഖത്താനി എന്ന ആള് അത് അബ്ദുൽ അസീസിന്റെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങിയിട്ട് അയാളുടെ മക്തബ പണിത്. 51 ഉണ്ട്. ഇപ്പോൾ വഹാബികൾ പറയും അവിടെ ഒരു പുസ്തകമാണ്, ഒരു മക്തബയാണ്, അവിടെ ഒരു ലൈബ്രറിയാണ്. ലൈബ്രറി ആര്? നിങ്ങൾ ഉണ്ടാക്കിയത് ചന്തയാണ്. വഹാബി നേതാവ് ആക്കിയത് ചന്തയാ, കാലിച്ചന്തയാ. അത് മക്തബയാക്കല്ലല്ലോ വേണ്ടത്, അത് പള്ളിയല്ലേ, അത് പള്ളിയല്ലേ. ഒരു സ്ഥലം പള്ളിയാക്കിയാൽ ഖിയാമത്ത് നാൾ വരെ ഹുക്കം എന്താ? പള്ളിയല്ലേ. ഒരു സ്ഥലം പള്ളിയാക്കി വഖഫ് ചെയ്താൽ ഖിയാമത്ത് നാൾ വരെ പള്ളിയല്ലേ. പള്ളി പൊളിച്ച് കാലിച്ചന്തയാക്കി അബ്ദുൽ അസീസ്. പിന്നീട് ഒരു ധനാഢ്യൻ അത് വില കൊടുത്തു വാങ്ങി. ആരാ പറയുന്നത്? കുവൈറ്റ് ഔഖാഫിന്റെ മന്ത്രിയായിരുന്ന യൂസുഫ് ഹാഷിം ദിഫായി റഹ്മത്തുള്ളാഹി അലൈഹി. 2018 ഈ മനുഷ്യൻ മരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇത്രയും കൃത്യമായിട്ട് ഖാസിമി അവതരിപ്പിച്ചിട്ട് ആ പ്രഭാഷണം ഒന്നും മുഴുവൻ കേൾക്കാതെ അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവമോ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഈ വഹാബികൾക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ഖാസിമി ഉസ്താദ് ഉദ്ധരിച്ച ഓരോ കാര്യങ്ങൾ ഗണ്ണിക്കാൻ, അതിന് കൃത്യമായി പ്രമാണബന്ധിതമായി മറുപടി പറയാൻ ഒരാൾക്ക് പോലും സാധ്യമല്ല എന്ന് മാത്രമല്ല, വഹാബി പാളയത്തിൽ മരണ വീട്ടിന് സമാനമായ മൗനമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യത്തിന് എന്നും നിത്യ യൗവനമാണ്. അത് മരിക്കുകയില്ല, അത് എന്നും നിലനിൽക്കും. സത്യം ഈ ലോകാവസാനം വരെ ഉണ്ടാകും. അല്ലാഹു തആല സത്യത്തിന് കൂടെ നിൽക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു